ആവേശമായി പുന്നമടക്കായലിലെ ജലമാമാങ്കം. മന്ത്രി മുഹമ്മദ് റിയാസ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. സിംബാബ്വെ വ്യവസായ വാണിജ്യ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി വള്ളങ്ങളുടെ മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത്തവണ വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. കാണികളെ ആവേശക്കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു പുന്നമടക്കായലിലെ ഓരോ വള്ളങ്ങളും കുതിച്ചു പാഞ്ഞത്. വലിയ പ്രാധാന്യത്തോടെയാണ് ഈ ജലോത്സവത്തെ കാണുന്നതെന്നും സംസ്ഥാന സർക്കാർ വള്ളംകളിക്കായി 10 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കൃഷിമന്ത്രി P പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വള്ളംകളി മേഖലയ്ക്ക് വിശിഷ്ട സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ഓസ്ട്രേലിയ വൈസ് കോൺസുൽ കാൽവിൻ ബോവൻ, ഭൂട്ടാൻ കോൺസുൽ ജനറൽ ഓഫ് ഇന്ത്യ G അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വള്ളങ്ങളുടെ മാസ്റ്ററിൽ സിംബാബ്വെ വ്യവസായ വാണിജ്യ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി തുഴയെറിഞ്ഞ വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. സന്തോഷം വാനോളമുണ്ട്. കഴിഞ്ഞ തവണത്തെ നല്ലൊരു പ്രതികാരം ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ അടുത്തുള്ള കപ്പാണത്. ആ കപ്പ് ഞങ്ങളുടെ വ്യക്തമായ ലീഡോടുകൂടി, നിസ്സാരമല്ല, വ്യക്തമായ ലീഡോടുകൂടി ഞങ്ങൾ ആ കപ്പ് തിരികെ എടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിഷേധിക്കപ്പെട്ട നീതി ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഈ കായലിൽ ഞങ്ങളെ സങ്കടക്കടലിൽ ആഴ്ത്തിയവരോട് ഞങ്ങൾ മധുരമായി പ്രതികാരം വീട്ടി. സങ്കടത്തിൽ കുനിഞ്ഞ് ഞങ്ങൾ ഇരുന്നില്ല. ഞങ്ങളുടെ ഉള്ളിലെ കനല് ഞങ്ങൾ ജ്വലിപ്പിച്ചു. അതൊരു അഗ്നിയായി ഇവിടെ വർഷിച്ചു. പനന്തുഴ കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ പുന്നമടക്കായൽ ഇടിനാദം മുഴക്കി. ആ ഇടിനാദത്തിന്റെ കരുത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. BBC കൈനഗരി വീരുവിനെ ഈ മണ്ണിൽ, ഈ പുന്നമടക്കായലിൽ വീണ്ടും ജയിപ്പിക്കും. ജനം, ആലപ്പുഴ.